മിഡിൽ ഈസ്റ്റിൽ യുദ്ധസമാനമായ അന്തരീക്ഷം നിലനിൽക്കവെ അന്താരാഷ്ട്ര തലത്തിൽ പുതിയ ആരോപണ പ്രത്യാരോപണങ്ങൾ മുറുകുന്നു. ഇറാനുമായി നിലനിൽക്കുന്ന യുദ്ധക്കുരുക്കിൽ നിന്നും രക്ഷപ്പെടാൻ അമേരിക്ക ബോധപൂർവം ശ്രമിക്കുകയാണെന്ന് ഇറാൻ ആരോപിച്ചു. ഇതിനായി മറ്റ് അയൽരാജ്യങ്ങളെ ആക്രമിക്കുകയും അതിന്റെ പഴി ഇറാന്റെ മേൽ കെട്ടിവെക്കാനുമാണ് അമേരിക്കൻ നീക്കമെന്ന് ഇറാന്റെ IRIB മാധ്യമം റിപ്പോർട്ട് ചെയ്തു. UAEക്ക് പിന്നാലെ സൗദി അറേബ്യയ്ക്ക് നേരെയും ആക്രമണമുണ്ടായി. സൗദി ലക്ഷ്യമാക്കി വന്ന 3 ഡ്രോണുകൾ തകർത്തു. ഇറാഖ് വ്യോമാതിർത്തിയിൽ നിന്നാണ് സൗദിക്ക് നേരെയുള്ള ആക്രമണം ഉണ്ടായത് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. അതിനിടെ UAEയിലെ ബറക് ആണവ നിലയത്തിന് സമീപമുണ്ടായ ആക്രമണം കടുത്ത പ്രകോപനമാണെന്ന് UAE ഭരണകൂടം വ്യക്തമാക്കി. യാതൊരു പ്രകോപനവുമില്ലാതെ രാജ്യം നേരിട്ട ഈ ഭീകരാക്രമണം UAEയുടെ സുരക്ഷയ്ക്ക് മേലുള്ള നേരിട്ടുള്ള കടന്നാക്രമണമാണ്. ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഒരു കാരണവശാലും ക്ഷമിക്കില്ലെന്നും ഔദ്യോഗിക പ്രസ്താവനയിലൂടെ UAE വ്യക്തമാക്കി. ഈ ആക്രമണത്തെ ഗൾഫ് രാജ്യങ്ങളായ കുവൈറ്റും ഖത്തറും കടുത്ത ഭാഷയിൽ അപലപിക്കുകയും UAEക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തു. മേഖലയിലെ പുതിയ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ സമാധാനം ലക്ഷ്യമിട്ട് ഖത്തർ പ്രധാനമന്ത്രി ഇറാനുമായി നേരിട്ട് സംസാരിച്ചു. മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനെ മുൻനിർത്തി ഇരു രാജ്യങ്ങളും പ്രവർത്തിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇതോടൊപ്പം തന്നെ പാകിസ്ഥാനുമായും ഖത്തർ ഔദ്യോഗികമായി ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ബറക് ആണവ നിലയത്തിന് സമീപമുണ്ടായ ആക്രമണവും സൗദിക്ക് നേരെയുള്ള ഡ്രോൺ നീക്കങ്ങളും അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്കാണ് നിലവിൽ വഴിവെച്ചിരിക്കുന്നത്. ഇറാനുമായി നിലനിൽക്കുന്ന യുദ്ധക്കുരുക്കിൽ നിന്നും രക്ഷപ്പെടാൻ അമേരിക്ക ബോധപൂർവം ശ്രമിക്കുകയാണെന്നാണ് ഇറാന്റെ പുതിയ ആരോപണം. നിലവിലെ പ്രതിസന്ധികൾക്ക് കാരണം US ആണെന്ന നിലപാടിൽ ഇറാൻ ഉറച്ചു നിൽക്കുകയാണ്. ഇറാനെ പ്രതിരോധത്തിലാക്കാൻ അമേരിക്ക പുതിയ തന്ത്രങ്ങൾ മെനയുകയാണെന്നാണ് ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിനായി മറ്റ് അയൽ രാജ്യങ്ങളെ അമേരിക്ക തന്നെ ആക്രമിക്കുകയും അതിന്റെ വഴി ഇറാന്റെ മേൽ കെട്ടിവെക്കാനുമാണ് വാഷിംഗ്ടണും ശ്രമിക്കുന്നത്. മേഖലയിൽ തങ്ങൾക്കെതിരെ അന്താരാഷ്ട്ര വികാരം ഉണർത്താനാണ് ഈ നീക്കമെന്നും ഇറാൻ കരുതുന്നുണ്ട്. UAEക്ക് പിന്നാലെ ഗൾഫിലെ മറ്റൊരു പ്രമുഖ ശക്തിയായ സൗദി അറേബ്യയ്ക്ക് നേരെയും ഇന്ന് ആക്രമണമുണ്ടായത് മേഖലയിലെ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കുകയാണ് ചെയ്തത്. സൗദി ലക്ഷ്യമാക്കി വന്ന 3 കൊലയാളി ഡ്രോണുകളാണ് പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തത്. ആക്രമണം വലിയൊരു ദുരന്തത്തിലേക്ക് കലാശിക്കുകയായിരുന്നെങ്കിലും സമയബന്ധിതമായ ഇടപെടൽ അപകടം ഒഴിവാക്കി. സൗദിക്ക് നേരെയുണ്ടായ ഡ്രോൺ ആക്രമണത്തിന്റെ ഉറവിടത്തെക്കുറിച്ചുള്ള പ്രാഥമിക വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഇറാഖ് വ്യോമാതിർത്തിയിൽ നിന്നാണ് സൗദിക്ക് നേരെയുള്ള ഈ ഡ്രോൺ നീക്കങ്ങൾ ഉണ്ടായത് എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇത് മിഡിൽ ഈസ്റ്റിലെ പ്രാദേശിക സഖ്യങ്ങൾക്കിടയിൽ പുതിയ തർക്കങ്ങൾക്ക് വഴിമരുന്നിട്ടിരിക്കുകയാണ്. മേഖലയിലെ പുതിയ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ യുദ്ധം ഒഴിവാക്കാനും സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുമായി ഖത്തർ അടിയന്തര നയതന്ത്ര ഇടപെടലുകൾ ശക്തമാക്കിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി ഖത്തർ പ്രധാനമന്ത്രി ഇറാൻ ഭരണകൂടമായി നേരിട്ട് ബന്ധപ്പെടുകയും നിലവിലെ ഉഭയകക്ഷി വിഷയങ്ങളിൽ ചർച്ച നടത്തുകയും ചെയ്തു. മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനെ മുൻനിർത്തി ഇരു രാജ്യങ്ങളും സമീപനത്തോടെ പ്രവർത്തിക്കണമെന്ന് ഖത്തർ പ്രധാനമന്ത്രി ഇറാനോട് ആവശ്യപ്പെട്ടു. ഇതോടൊപ്പം തന്നെ മിഡിൽ ഈസ്റ്റിലെ സുരക്ഷാ സാഹചര്യങ്ങൾ വിലയിരുത്തുന്നതിനായി പാകിസ്ഥാനുമായി ഖത്തർ ഔദ്യോഗികമായി ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ബറക് ആണവ നിലയത്തിന് സമീപമുണ്ടായ ആക്രമണവും സൗദിക്ക് നേരെയുള്ള തുടർച്ചയായ ഡ്രോൺ നീക്കങ്ങളും അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്കാണ് നിലവിൽ വഴിവെച്ചിരിക്കുന്നത്. ആഗോള വിപണിയെയും എണ്ണവിലയെയും ബാധിക്കാൻ സാധ്യതയുള്ള ഈ പ്രതിസന്ധി പരിഹരിക്കാൻ ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സംഘടനകൾ ഇടപെടണമെന്ന ആവശ്യവും ശക്തമാണ്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.